ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇച്ഛാപ്പിയും അവളുടെ ലോകവും മലയാളികളുടെ സ്വന്തമായത്. കാര്യം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒന്നും മുഖം കാണിച്ചിട്ടില്ല എങ്കിലും മിനി സ്ക്രീൻ, ബിഗ് സ്ക്രീൻ താരങ്ങൾക്ക് മിക്കവർക്കും ഇച്ഛാപ്പിയെ അറിയാം. ആദ്യകാലങ്ങളിൽ ചെറിയ വീഡിയോയുമായി എത്തുമ്പോൾ പരിഹസിച്ചിരുന്നവർ പോലും ഇന്ന് ശ്രീലക്ഷ്മിയെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. താമസിക്കാൻ വീട് പോലുമില്ലാതെ വർഷങ്ങളോളം മറച്ചുകെട്ടിയ ഷെഡിൽ കഴിഞ്ഞ ഇച്ഛാപ്പിയും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം അടുത്തിടെയാണ് അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറിയത്. ആ വീട് പക്ഷേ ജപ്തിയുടെ വക്കീലായിരുന്നെന്നും അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ആ നടപടികളിൽ നിന്നും വീട് തിരികെ പിടിച്ചുവെന്നും ശ്രീലക്ഷ്മി പറയുന്നു. ഒപ്പം തോൽക്കാൻ മനസ്സില്ലാത്ത തൻ്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് താരം. ഞാൻ 1-ലോ 2-ലോ പഠിക്കുന്ന സമയത്താണ് അമ്മ ഈ സ്ഥലം വാങ്ങുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ വീട് പണിയാണ്. ആകെ വെള്ളക്കെട്ടായ സ്ഥലമായിരുന്നു. ഒരു വീട് പണിയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. ഡിഗ്രി അവസാന വർഷമായിരുന്നു പാലുകാച്ചൽ. 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ആദ്യ വീട്ടിൽ. ഒരു കിണറോ കറൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും കഷ്ടകാലം ആയിരുന്നു അവിടെ. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. മഴ പെയ്യുമ്പോൾ ആ വീട് മുഴുവനും ചോർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നുമാണ് ഈ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത്. ഇവിടെ വന്നപ്പോൾ മറ്റൊരു അവസ്ഥ. ഇപ്പോഴും ആ ജപ്തി നോട്ടീസ് എൻ്റെ വീടിൻ്റെ വാതിലിൽ ഒട്ടിച്ചു വെച്ച സീൻ മറക്കാനാകില്ല. അത്രയും സ്ട്രഗിൾ ചെയ്തു വന്ന വീട്ടിലാണ് ജപ്തി നോട്ടീസ് വന്നത്. ആദ്യം ഒരു നോട്ടീസ് വന്നത് അമ്മ പറഞ്ഞിരുന്നില്ല. അമ്മ കിടപ്പിലായ അവസ്ഥയിലാണ് ഒരു വിധത്തിൽ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുന്നത്. എൻ്റെ വരുമാനത്തിൽ നിന്നുമാണ് ഈ പുതിയ വീട്ടിലേക്ക് എത്തിയത്. വീട് പണിക്ക് വേണ്ട അമ്മ ലോൺ എടുത്തിരുന്നു. എന്നാൽ അമ്മയെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അങ്ങനെ കടം വന്ന് ജപ്തിയുടെ വക്കിലെത്തിയപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കഷ്ടപ്പെട്ടു. കുറച്ച് സ്വർണമുണ്ടായിരുന്നു അമ്മക്ക്. അതുമായി വാങ്ങിയ കമ്മൽ പോലും എനിക്ക് വിൽക്കേണ്ടി വന്നിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് അതൊക്കെ വിൽക്കേണ്ടി വന്നത്. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ചു പിടിച്ചു. ഇത്ര ദിവസം കൊണ്ട് ജപ്തിയാകുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ആദ്യം വന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യ തവണ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേനെ. ടോട്ടൽ എമൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു കുറച്ചുനാൾ. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് ഒന്നും അങ്ങനെ വിട്ടുകളയാനാകില്ല. ഒരു മൂലക്ക് നമ്മൾ കരഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. പക്ഷേ ഞാൻ തളരാൻ ഒരുക്കമായിരുന്നില്ല. എൻ്റെ അമ്മയെയും അച്ഛനെയും ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുന്നു. ഇച്ഛാപ്പി ശ്രീലക്ഷ്മി പറഞ്ഞു. ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചുറ്റിനും മനസ്സിനെ മുറിവേൽപ്പിക്കാൻ മാത്രം അറിയാവുന്ന ചിലരും. എല്ലാത്തിനോടും എനിക്ക് പൊരുതണമായിരുന്നു. ഇത് എൻ്റെ ജീവിതമാണ്. അതെനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തോറ്റു പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല. നേരിടും എല്ലാത്തിനെയും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നമ്മ പണ്ടെങ്ങോ പറഞ്ഞു തന്നത് ഇന്നും എപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കും. അതിനെ പിന്തുടർന്നു കൊണ്ട് ഇനിയും മുന്നോട്ട് ഉറച്ച സ്വരത്തിൽ ഇച്ഛാപ്പി പറഞ്ഞു.